കാഞ്ചനവയിലും നുണച്ചിറുക്കി കാണുമലരിതിൻ ചില്ലയിന്മേൽ നിന്നെയും കാത്തു പതിവു പോലെ വന്നിരിപ്പുണ്ടേളം കിളികൾ. പ്രേഷ്ടരവരോടു യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. പോയി നീ പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. ആദ്യമായിട്ട് വിദ്യാലയത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കുട്ടിയെ വീട്ടിലുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരുക്കി പറഞ്ഞയക്കുന്നതും കുട്ടിക്ക് കൊടുക്കുന്ന ഉപദേശവും ഒക്കെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഇടശ്ശേരി എഴുതിയ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന് പറയുന്ന കവിത ഇതുവരെ ആരും കേൾക്കാത്തത്ര ഭംഗിയായി അത്ര നല്ല ഈണത്തിൽ പാടിക്കൊടുത്ത് കുട്ടികളെ ഇംപ്രസ് ചെയ്യിക്കാൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ബി.എഡിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടുന്ന ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി തിരഞ്ഞെടുത്ത ഗവൺമെൻറ് സ്കൂളിലെ 9ാം ക്ലാസ്സിൻ്റെ ക്ലാസ് മുറിയിലേക്ക് കടന്നു ചെന്ന ആദ്യത്തെ ദിവസത്തെ അനുഭവത്തെക്കുറിച്ച് ദീപ നിശാന്ത് എന്ന് പറയുന്ന എഴുത്തുകാരി അവരുടെ പുസ്തകമായ നനഞ്ഞു തീർത്ത മഴകൾ എന്നാണെന്ന് തോന്നുന്നു ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ടീച്ചർക്ക് ഒരു കാര്യം മനസ്സിലായി, കുട്ടികളെ പഠിപ്പിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിരന്തരമായിട്ട് കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നു, ഒച്ചയുണ്ടാക്കുന്നു. ഒരു തരത്തിൽ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെയൊക്കെ മാനേജ് ചെയ്തുവെങ്കിലും ഏറ്റവും അവസാനത്തെ ബെഞ്ചിലിരുന്ന ഒരാൺകുട്ടിയെ എത്ര ശ്രമിച്ചിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അപമാനം കൊണ്ട്, നിരാശ കൊണ്ട്, തോന്നിയ ആത്മനിന്ദ കൊണ്ട് ടീച്ചർ അവനോട് ചോദിച്ചു, ഇങ്ങനെയുള്ള സംസ്കാരം പഠിപ്പിക്കുന്ന വീട്ടിൽ നിന്നാണോ നീ ഇങ്ങോട്ട് പോരുന്നത്? വീട്ടിൽ നിന്നല്ല ഞാൻ വരുന്നത് എന്നായിരുന്നു ആ ചോദ്യത്തിന് അവൻ്റെ മറുപടി. ടീച്ചർ മറുചോദ്യം ചോദിച്ചു, വീട്ടിൽ നിന്നല്ല വരുന്നതെങ്കിൽ പിന്നെ കാട്ടിൽ നിന്നാണോ വരുന്നത്? അവൻ അതിനൊന്നും മിണ്ടിയില്ല. ടീച്ചർ ആവർത്തിച്ചു, വീട്ടിൽ നിന്നല്ല വരുന്നതെങ്കിൽ പിന്നെ കാട്ടിൽ നിന്നാണോ വരുന്നത്? അതിന് മറുപടി പറഞ്ഞത് അവൻ്റെ കൂട്ടുകാരിൽ ഒരാളാണ്. ടീച്ചറെ, അവന് വീടില്ല, അച്ഛനില്ല, അമ്മയില്ല, അവൻ അനാഥനാണ്, അവൻ വരുന്നത് അനാഥാലയത്തിൽ നിന്നാണ്. പിന്നീട് ഒന്നും ചോദിക്കാൻ കഴിയാത്ത വിധം വല്ലാതെ മരവിച്ചു പോയതുപോലെ തോന്നി ടീച്ചർക്ക്. വീടിനെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, വീട്ടുകാരൊരുക്കി വിടുന്ന കുട്ടിയെക്കുറിച്ച് ഒക്കെ പറയുന്ന കവിത ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ അതിന് എത്ര മനോഹരമായിട്ട് എത്ര ഭംഗിയിൽ പാടിയാലും അവതരിപ്പിച്ചാലും അവന് മാത്രം ഒരുപക്ഷെ അത് വേദനയ്ക്ക് കാരണമാകുമെന്ന് തോന്നിയതുകൊണ്ട്, അവനെ അത് വേദനിപ്പിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ടീച്ചർ അത് പഠിപ്പിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ സ്കൂളുകളും എല്ലാ അധ്യാപകരും ശ്രദ്ധിക്കേണ്ട വലിയൊരു പാഠമുണ്ട് ഇതിൽ. എന്ത് ചെയ്യുമ്പോഴും, എന്ത് പറയുമ്പോഴും, എന്ത് പഠിപ്പിക്കുമ്പോഴും, എന്ത് പരിപാടി സംഘടിപ്പിക്കുമ്പോഴും എല്ലാ കുട്ടികളും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. അവരുടെ സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാ കുട്ടികളെയും അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും, എല്ലാ കുട്ടികളെയും അത് സന്തോഷിപ്പിക്കുമെന്നുള്ളപ്പോഴും ഏതെങ്കിലും ഒരു കുട്ടിയെ അത് വേദനിപ്പിക്കുമെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് എഡ്യൂക്കേഷൻ ഷുഡ് ബി ചൈൽഡ് സെൻറ്റേർഡ് എന്ന്. എനിക്ക് തോന്നിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ ചൈൽഡ് സെൻറ്റേർഡ് അല്ല, ചിൽഡ്രൻ സെൻറ്റേർഡ് ആവണം. അതും ഓൾ ചിൽഡ്രൻ സെൻറ്റേർഡ്. ഗാന്ധിജി പറഞ്ഞതുപോലെ എല്ലാവരെയും കാണുന്നതാവണം വിദ്യാഭ്യാസം. എന്തു ചെയ്യുമ്പോഴും, എന്തു പറയുമ്പോഴും ഇറ്റ് ഷുഡ് വാം എവ്രി വൺ, ഇറ്റ് ഷുഡൻറ്റ് ഹാം എനി വൺ. അണിയിക്കാൻ ശ്രമിക്കുന്നത് കിരീടമാണെങ്കിലും ദുർബലമായ കഴുത്തുകളുടെ മുകളിലുള്ള തലകൾക്ക് അത് ഭാരമാണ്. കവി അയ്യപ്പൻ്റെ മനോഹരമായ വരികളുണ്ട്. വീടില്ലാത്തൊരുവനോട് വീടിനൊരു പേരിടാൻ ചൊല്ലവേ, മക്കളില്ലാത്തൊരുവനോട് കുട്ടിക്കൊരു പേരിടാൻ ചൊല്ലവേ, നീ കൂട്ടുകാരാ ഇത് രണ്ടുമില്ലാത്തവൻ്റെ നെഞ്ചിലെ തീ കാണണം എന്ന്.